شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم ليس الغنى عن كثرة العرض إنما الغنى عن النفس. صدق رسول الله المصطفى الأمين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ കഴിഞ്ഞുപോയ 5 ദിനരാത്രങ്ങൾ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുകയും ഇനി ശേഷിക്കുന്ന ബാക്കിയുള്ള വിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നന്മകളിൽ വ്യാപൃതരാകുവാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശുദ്ധമായ റമളാനിന്റെ എല്ലാ ദിവസവും നടന്നു വരാറുള്ള റമളാൻ വെളിച്ചത്തിന്റെ സദസ്സിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഈ 6ാമത്തെ ദിവസം റമളാൻ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ദരിദ്രന്മാരുടെ പദവികളെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് അവന്റെ അനുഗ്രഹങ്ങൾ പല വിധത്തിലാണ് തന്റെ സൃഷ്ടികളിലേക്ക് അല്ലാഹു തആല നൽകുന്നത്. സാമ്പത്തികമായി ഉന്നതിയുള്ളവരും സാമ്പത്തികമായി വളരെ പരാജയപ്പെട്ട് കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും സമാധാനമുള്ളവരും സമാധാനമില്ലാത്തവരും അങ്ങനെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളിലും അനുഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും കഴിഞ്ഞുകൂടുന്ന വ്യത്യസ്തരായ മനുഷ്യരെയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹുവിന് വേണ്ടി നന്ദി അർപ്പിച്ചും അവനെ സ്തുതിച്ചും നമുക്കുണ്ടാകുന്ന പരാജയങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിനോട് പരിപൂർണമായി ക്ഷമ അവലംബിച്ചും അതിലും അല്ലാഹുവിനോട് സ്തുതികൾ അർപ്പിച്ചും നന്ദി അർപ്പിച്ചും ക്ഷമ അവലംബിക്കുന്ന വിശ്വാസിയായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചുറ്റുഭാഗത്തുമുള്ള ജീവിതത്തിന്റെ വിഭവങ്ങളും ഭൗതിക സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ
പലരും ആവലാതിയും വേവലാതിയും പറഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകിൽ ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ എന്നും രോഗങ്ങളും പ്രയാസങ്ങളും കുടുംബാദികളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി കഴിഞ്ഞു കൊടുമ്പോഴും അല്ലെങ്കിൽ സാമ്പത്തികമായ പരാജയവും പരാധീനതകളും കാരണം മറ്റുള്ളവരോട് അള്ളാഹുവിനിലേക്ക് നോക്കുന്നില്ല, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് നൽകുന്നില്ല, ഞാൻ ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്നും നമസ്കരിക്കുന്നവനാണ്, എന്നിട്ട് പോലും അള്ളാഹുവിനിലേക്ക് കണ്ണു തുറക്കുന്നില്ല എന്ന പരാതിയും പരിഭവവുമായി നടക്കുന്ന പല വിഭാഗം മനുഷ്യരെയും വിശ്വാസികളെയും നമുക്ക് കാണാൻ കഴിയും. അത്തരക്കാരുടെ ഈമാനിന്റെ ബലഹീനത കൊണ്ടാണ് അത്തരത്തിലുള്ള വേദനകളുടെയും പ്രയാസങ്ങളുടെയും ആവലാദികൾ അവർക്ക് പറയാൻ പറ്റും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു നൽകിയ ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ദൗത്യം. ദാരിദ്ര്യമാണ് അല്ലാഹു നൽകിയതെങ്കിൽ ആ ദാരിദ്ര്യത്തിന്റെ പേരിൽ പരിപൂർണമായി ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ധർമ്മവും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അങ്ങനെ ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു വണ്ണമായ പ്രതിഫലമാണ് നൽകുന്നത്. ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു സുബ്ഹാനഹു വ തആല യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ഐന സഫവതി മിൻ ഖൽഖി, ഞാൻ തെരഞ്ഞെടുത്ത എന്റെ അടിമകൾ എവിടെ, ഞാൻ തെരഞ്ഞെടുത്ത എന്റെ അടിമകൾ എവിടെ മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ. ഫതഖൂലുൽ മലായിക, അപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുമത്രേ, വമൻഹും യാ റബ്ബനാ, അല്ലാഹുവേ നീ തിരഞ്ഞെടുത്ത നിന്റെ അടിമകൾ ആരാണല്ലാ? ഫയഖൂലൂ, അപ്പോൾ മലക്കുകൾ പറയുമെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുഖറാഉൽ മുസ്ലിമീൻ. ആ മലക്കുകളുടെ ചോദ്യത്തിന് അല്ലാഹു തആല മറുപടി പറയുന്നുണ്ട്, ഫുഖറാഉൽ മുസ്ലിമീൻ അൽ ഖാനിഊന ബിഅതാഇ യറാളൂന ബിഖദ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ തിരഞ്ഞെടുത്ത അടിമകൾ ആരാണെന്നറിയണോ മലക്കുകളെ? അവര് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ പരമദരിദ്രരായ ദാരിദ്ര്യത്തിന്റെ പടുംകുഴിയിൽ ജീവിക്കുന്ന പരമദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് മലക്കുകളെ. മാത്രമല്ല അൽ ഖാനിഊന ബിഅതാഇ, അവർക്ക് ഞാൻ നൽകിയതിൽ പരിപൂർണമായി സംതൃപ്തമായ ജീവിതം നയിച്ചവരാണ്. പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരത്തിലും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാൻ ലഭിക്കാത്തവരാണ്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിനു വേണ്ടി വളരെ ത്യാഗം സഹിക്കുന്നവരാണ്. മക്കൾക്കോ കുടുംബാദികൾക്കോ രോഗം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും സാമ്പത്തികമില്ലാത്തവരാണ്. ഒരു വസ്ത്രം മാറിയൊടുക്കാൻ കഴിയാതെ ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസപ്പെടുന്നവരാണ്. മലക്കുകളെ ഞാൻ നൽകിയതിൽ ആ ജീവിത സൗകര്യങ്ങൾ, കുറഞ്ഞ ജീവിത സൗകര്യങ്ങളിൽ അവർ സംതൃപ്തമായ ജീവിതം നയിക്കുന്നവരാണ് മലക്കുകളെ. അറാളൂന ബിഖദ്രി, എന്റെ വിധിയിൽ പരിപൂർണമായി സംതൃപ്തമായി ജീവിക്കുന്നവരാണ് മലക്കുകളെ അവര്. അതുകൊണ്ട് ഉദ്ഖുലൂഹുമുൽ ജന്ന, അവരെയും കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം മലക്കുകളെ. ഫയദ്ഖുലൂനഹാ, അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വയഅകുലൂന വയശ്റബൂന വന്നാസു ഫിൽ ഹിസാബി യതറദ്ദദൂൻ. ജനങ്ങളെല്ലാം വിശ്വാസികളായ മനുഷ്യന്മാര് അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുകയും അതിൽ സംതൃപ്തമായ ജീവിതം നയിക്കുകയും ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ, അവര് സ്വർഗത്തിലേക്ക് കടന്നിട്ട് സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും അവർ ആസ്വദിക്കുമെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവർക്ക് നൽകിയ മുഴുവൻ ഭക്ഷണങ്ങളും ആ സ്വർഗത്തിൽ
സ്വർഗത്തിന്റെ സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളും അവർ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമത്രേ. മാത്രമല്ല വന്നാസു ഫിൽ ഹിസാബ്, ഇവർ സ്വർഗത്തിൽ ഉന്നതമായ സോപാനത്തിൽ ഉന്നതമായ സൗകര്യത്തിൽ കഴിയുമ്പോഴും വന്നാസു ഫിൽ ഹിസാബി യതറദ്ദദൂൻ, ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി, മറ്റെല്ലാ ജനങ്ങളും വിചാരണയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ട് വെപ്രാളത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഏറ്റവും സുന്ദരമായ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വിശുദ്ധമായ ജീവിതത്തിന്റെ പരിപൂർണമായ കുറവുകൾ ഉണ്ടല്ലോ, കുറെ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിന്റെ ഭക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടെ, വസ്ത്രങ്ങൾ ഉൾപ്പെടെ, ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലകൾ ഉൾപ്പെടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുറച്ച് നൽകിയിട്ടും അതിൽ സംതൃപ്തമായ ജീവിതം നയിക്കുന്നവരാണ് അവരെന്ന് നബിയുനാ വ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉള്ള സൗകര്യങ്ങളിൽ സംതൃപ്തമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ശരിയായ പാത. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഒരു ബേജാറുമില്ലാതെ, വെപ്രാളമില്ലാതെ, ടെൻഷനുമില്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ പരിപൂർണമായ വിജയശ്രീലാളിതരായിക്കൊണ്ട് സ്വർഗത്തിന്റെ ഏറ്റവും സുന്ദരമായ ആ സ്ഥലങ്ങളിൽ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ പാവപ്പെട്ടവരും ദരിദ്രരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവരെ, ആരെങ്കിലും സാമ്പത്തികം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരാൾക്കും ഒരു ടെൻഷനും വേണ്ട. അതുപോലെ ആരോഗ്യ മേഖലയിൽ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവർക്കും ഒരു ടെൻഷനും വേണ്ട. കാരണം ജീവിതത്തിന്റെ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു ആഖിറത്തിൽ വണ്ണമായി പ്രതിഫലത്തിനത് കാരണമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിലെ റമദാൻ വെളിച്ചം 6ാമത്തെ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള പ്രത്യേകമായ നിമിത്തങ്ങൾ നൽകിയ വിശുദ്ധമായ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിക്കണമെന്നും കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് പറയണമെന്നും എല്ലാവർക്കും അറിയാം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ പറയൽ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാവരും അത് പതിവാക്കുക. റമദാൻ വെളിച്ചം 6ാമത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന മഹത്തായ ഒരു സന്ദേശമാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവ്വസ്തുതിയും നിനക്കാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്. അത്അമനി ഹാദാ, എനിക്ക് ഭക്ഷണം അവൻ നൽകി, എന്നെ ഭക്ഷണം നൽകി, എന്നെ ഭക്ഷിപ്പിച്ചു. എനിക്കൊരു കഴിവുമില്ല ആ ഭക്ഷണം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണം നിർമ്മിക്കുവാനോ. ഒന്നും എനിക്കൊരു കഴിവും അല്ലാഹു അല്ലാതെ മറ്റൊരു കഴിവും എനിക്കില്ല. അല്ലാഹു നൽകിയ കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല. അല്ലാഹുവാണ് എനിക്ക് ഭക്ഷണം നൽകിയത്. എന്റെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ മുഴുവനും നൽകിയത് അല്ലാഹുവാണ്. അല്ലാഹുവേ, ഭക്ഷണം നൽകിയ അല്ലാഹ്, നിനക്ക് സർവ്വസ്തുതിയും ഉള്ള ആ നന്ദിയുടെ വാചകം പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന പ്രത്യേകമായി പറയൽ സുന്നത്തുണ്ട്. അതെല്ലാവരും ഇൻഷാ അല്ലാഹ് പതിവാക്കുക. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.